നിലമ്പൂർ ആർക്ക് എന്ന ചിത്രം തെളിയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അൻവർ ഫയറാണോ എന്നറിയാനും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതും അതുതന്നെ. എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു PV അൻവർ. അൻവറിന്റെ ഒറ്റയാൾ പോരാട്ടം നിലമ്പൂരിലെ രാഷ്ട്രീയ കാറ്റിന്റെ ദിശ നിർണയിക്കുമെന്നിരിക്കെ 75,000 വോട്ടിന് താൻ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അൻവർ. ഭരണവിരുദ്ധ വികാരവും UDF-ലെ പടലപ്പിണക്കങ്ങളും തനിക്ക് വോട്ടാകുമെന്നാണ് അൻവറിന്റെ കണക്കുകൂട്ടൽ. CPM-ഉമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം പിണറായിസത്തിനെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നു. എന്നാൽ പിണറായിസത്തിനെതിരെ പോരാടി ഒടുവിൽ അൻവറിസം തന്നെ അവസാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാവുമോ നിലമ്പൂരിലേത് എന്ന് കണ്ടറിയണം. 73.26% പോളിംഗാണ് നിലമ്പൂരിൽ ഇത്തവണ രേഖപ്പെടുത്തിയത്. നിലമ്പൂരിൽ ഏകദേശം 15,000 വോട്ടെങ്കിലും പിടിച്ചാൽ അൻവറിന് തന്റെ സ്വാധീനം ഉറപ്പിക്കാനാകും. അപ്രതീക്ഷിത കോണുകളിൽ നിന്ന് വരെ വോട്ട് പിടിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം പയറ്റി തെളിയിച്ച നേതാവാണ് PV അൻവർ. 2016-ൽ നിലമ്പൂരിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് 3 പതിറ്റാണ്ടോളം നീണ്ട UDF കുത്തക അവസാനിപ്പിച്ച് സീറ്റ് പിടിച്ചെടുത്ത ചരിത്രവും മറക്കാനാകില്ല. സോഷ്യൽ മീഡിയയിൽ അൻവറിനെ കോമാളിയെന്ന് മുദ്ര കുത്തുന്നവരുണ്ടാകും. എന്നാൽ അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയല്ല PV അൻവർ. അത് നിലമ്പൂരിനെ അടുത്തറിഞ്ഞവർക്ക് ഒരുപക്ഷെ മനസ്സിലാകും. 30 വർഷത്തെ കോൺഗ്രസ് കുത്തക തകർത്തായിരുന്നു അട്ടിമറി വിജയം നടത്തി 2016-ൽ അൻവർ നിലമ്പൂരിൽ വിജയിച്ചു കയറിയത്. 2011-ൽ അൻവറിന്റെ സ്വതന്ത്ര ശക്തി ശരിക്കും തിരിച്ചറിഞ്ഞ CPM-ഉം ഇടതുപക്ഷവും 2016-ൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ നിലമ്പൂരിൽ പരീക്ഷിക്കുകയായിരുന്നു. PV അൻവർ പിടിക്കുന്നത് LDF വോട്ടുകളാണോ UDF വോട്ടുകളാണോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അൻവർ ഇഫക്റ്റ് നിലമ്പൂരിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിലുപരി PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പായി ഇത് മാറും. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് വോട്ടുകൾ എങ്ങനെ പിടിക്കണമെന്ന കൃത്യമായ ധാരണയുള്ള രാഷ്ട്രീയ നേതാവാണ് PV അൻവർ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിലമ്പൂർ മണ്ഡലത്തിൽ 2021-ൽ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതു സ്വതന്ത്രൻ PV അൻവർ ആയിരുന്നു വിജയിച്ചിരുന്നത്. 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VV പ്രകാശിനെയാണ് അൻവർ പരാജയപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന അൻവർ CPM-നും മുഖ്യമന്ത്രിക്കുമെതിരായ സൈബർ ആക്രമണങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മുൻപന്തിയിൽ നിൽക്കവെയാണ് കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിന്റെയും മലപ്പുറം SP സുജിത് ദാസിന്റെയും ADGP MR അജിത് കുമാറിന്റെയും വിവാദങ്ങൾ ഉയർത്തി ഇടതുപക്ഷത്തു നിന്നും പിണറായി വിജയന്റെ ഗുഡ് ബുക്കിൽ നിന്നും പടിയിറങ്ങി മണ്ഡലത്തെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടെ വ്യക്തമാകും.